ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് +1 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. സോ അവരുടെയും എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മക്കളെ, ടൈമിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. ഇനി അങ്ങോട്ടേക്ക് വരും ദിവസങ്ങളിൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. കുറച്ച് ദിവസങ്ങളായിട്ട് പനിയും അങ്ങനെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. സോ ക്ലാസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ തിരിച്ച് വന്നിരിക്കുകയാണ് മക്കളെ. ഇനി കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മക്കളെ, ലീനിയർ ഇനീക്വാളിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും പ്രധാനമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കളെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട് ആയിട്ട് വരുന്നതായിരിക്കും. സോ മക്കളെ, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ലീനിയർ ഇനീക്വാളിറ്റിയുടെ ക്വസ്റ്റ്യൻ മെയിനായിട്ട് വരാൻ ചാൻസ് ഉള്ളൂ മക്കളെ. ഒരു 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. 2025-ലും 4 മാർക്കിൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. സോ ക്വസ്റ്റ്യൻ ഇതായിരിക്കും: സോൾവ് ദ ഇനീക്വാളിറ്റി ആൻഡ് ഷോ ദ ഗ്രാഫ് ഓഫ് ദി സൊല്യൂഷൻ ഓൺ ദി നമ്പർ ലൈൻ. സൊല്യൂഷൻ സോൾവ് ചെയ്ത ശേഷം നമ്പർ ലൈനിൽ അത് കാണിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, വലിയ പാടൊന്നുമില്ല മക്കളെ. ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നതിനാണ് ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ തിരിച്ചറിയാൻ പാടില്ല എന്ന് പറയരുത്. ചില കുട്ടികൾക്ക് ലെസ് ദാൻ എന്താണ് ഗ്രേറ്റർ ദാൻ എന്താണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട് മക്കളെ. ഇതാണ് ലെസ് ദാൻ, കണ്ടല്ലോ, ആ പേര് തന്നെയുണ്ട്, ലെസ് ദാൻ. കണ്ടല്ലോടാ, ലെസ് ദാൻ, കണ്ടല്ലോ, എല്ല് പോലെ, ലെസ് ദാൻ. അടുത്ത ഗ്രേറ്റർ ദാൻ ഇതാണ്, കണ്ടല്ലോ, അത് എഴുതുന്നത് അങ്ങനെ തന്നെയാണ്, ഗ്രേറ്റർ ദാൻ. കണ്ടല്ലോടാ, ഇനി അറിയാൻ വയ്യെന്ന് ഒരാളും പറയരുത്. ഓക്കെ, ഗ്രേറ്റർ ദാൻ, കണ്ടല്ലോ. അപ്പോൾ വായിക്കാൻ പഠിക്കാതെ തന്നെ കേട്ടോ. ലെസ് ദാൻ എന്താണ്, ഗ്രേറ്റർ ദാൻ എന്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താടാ, 4x + 3 ലെസ് ദാൻ 5x + 7 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് സോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോൾവ് ചെയ്ത ശേഷം നമുക്ക് നമ്പർ ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന 4x + 3 അല്ലേ മക്കളെ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എക്സിൻ്റെ ടേം എല്ലാം ഒരു സൈഡിലേക്ക് ആക്കുക. ഇവിടെ എക്സിൻ്റെ ടേം ഇവിടെയുണ്ട് അല്ലേ. അപ്പോൾ എക്സിൻ്റെ ടേം രണ്ടും ഒരു സൈഡിലേക്ക് ആക്കിക്കണം മക്കളെ. അപ്പോൾ ഇതെന്ത് വരും, 4x. സോ അപ്പുറത്തിരിക്കുന്ന 5x കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -5x, കാരണം അവിടെ +5x ആണ്. സോ ഇപ്പുറത്തേക്ക് വരുമ്പോൾ -5x. ലെസ് ദാൻ അതേപോലെ തന്നെ ഇടുക. 7 അവിടെയുണ്ട് അല്ലേ. 7 നമ്പർ 2 ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക, എക്സിൻ്റെ ടേം ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 4xൻ്റെയും ടേമും 5xൻ്റെ ടേമും ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു, കണ്ടല്ലോടാ. അവിടെ 7 റൈറ്റ് സൈഡിൽ കിടപ്പുണ്ട്. 3നെ നേരെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ +3 ആയിരുന്നു, അത് അപ്പുറത്ത് പോകുമ്പോൾ -3. 4x-ൽ നിന്ന് 5x കുറച്ചാൽ എത്രയാണ് മക്കളെ? ചിലവർക്ക് ഡൗട്ട് തോന്നും, ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പോരെയെന്ന്. മതി, നോ പ്രോബ്ലം, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 4x - 5x കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കട്ടെ മക്കളെ. 4x-ൽ നിന്ന് 5x കുറച്ചാൽ എത്രയാണ്? 4-ൽ നിന്ന് 5 കുറച്ചാൽ -1 ആണ്. സോ 4x-ൽ നിന്ന് 5x കുറച്ചാൽ -1x ആണ് അല്ലേ. സോ -1x അല്ലെങ്കിൽ -x എന്ന് എഴുതാം. ലെസ് ദാൻ 7-ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? 7-ൽ നിന്ന് 3 കുറച്ചാൽ 4 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ട്, ഈ എക്സിൻ്റെ ടേം നെഗറ്റീവ് ആകുമ്പോൾ എന്ത് ചെയ്യണം മക്കളെ? എക്സിൻ്റെ ടേം, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയും, അത് നെഗറ്റീവ് ആണെങ്കിൽ അത് മാറ്റാനായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി 2 സൈഡിലും നെഗറ്റീവ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. കാരണം നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവ് ആകുമല്ലോ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 2 സൈഡും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ ചെയ്യുന്നത്? മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ -1 കൊണ്ട് 2 സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും മക്കളെ? -x × -1. അപ്പോൾ അത് +x ആകും. അപ്പുറത്ത് 4 × -1, അപ്പോൾ എന്താകും? -4 ആകും. അതോടൊപ്പം ഈ ലെസ് ദാൻ എന്നുള്ള ഇനീക്വാളിറ്റി നേരെ ഓപ്പോസിറ്റ് ആകും. ലെസ് ദാൻ എന്നുള്ള നേരെ ഗ്രേറ്റർ ദാൻ ആകും. സോ ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരുവാണെങ്കിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട കാര്യമില്ല, ഡയറക്റ്റ് എഴുതാം. കുറച്ചൊരു എളുപ്പ വഴി പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, എക്സിൻ്റെ ടൈം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എക്സിൻ്റെ ടൈം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അത് നേരെ ഓപ്പോസിറ്റ് ആക്കുക. അപ്പോൾ അത് ഓപ്പോസിറ്റ് ആകുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള എല്ലാം ഓപ്പോസിറ്റ് ആക്കുക. എക്സിൻ്റെ ടൈം നെഗറ്റീവ് ആകുമ്പോൾ അപ്പുറത്ത് നെഗറ്റീവ് വന്നാൽ നോ പ്രോബ്ലം. ഓക്കെ, എക്സിൻ്റെ ടൈം നെഗറ്റീവ് വന്നാൽ നേരെ ഓപ്പോസിറ്റ് ആക്കടാ, എന്താകും? +x. ലെസ് ദാൻ നേരെ ഓപ്പോസിറ്റ് ആക്കടാ, എന്താകും? ഗ്രേറ്റർ ദാൻ. 4 നേരെ ഓപ്പോസിറ്റ് ആക്കടാ, -4. സിമ്പിളായിട്ട് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാനേ ഉള്ളൂ മക്കളെ. വളരെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ x ഗ്രേറ്റർ ദാൻ -4 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇത് ഇനീക്വാളിറ്റി നമ്പർ ലൈൻ അടയാളപ്പെടുത്താനാണ് പറഞ്ഞത്. സോ ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്കൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതുവാണെങ്കിൽ, സൊല്യൂഷൻ എന്ന് പറഞ്ഞ് എഴുതണമെന്നില്ല, എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞ് ഇതിനൊരു ഇൻ്റർവെൽ രൂപത്തിൽ എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് എന്ന് പറഞ്ഞാൽ മക്കളെ, -4-നേക്കാളും വലുതെന്നാണോ -4-നേക്കാൾ ചെറുതെന്നാണോ ഇതിൻ്റെ മീനിങ്? -4-നേക്കാളും വലിയ എക്സുകൾ അല്ലേ, ഇതിൻ്റെ മീനിങ് എന്താണ്? വലുത്. അപ്പം -4 ചെറുതും ഇവിടെ വലുതും. -4-നേക്കാളും വലിയ എക്സുകൾ എന്ന് പറഞ്ഞാൽ -4 തൊട്ട് -4-നേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാടാ? -4-നേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ -5, അങ്ങനെയാണോ?
അല്ല, -4 വലുതെന്ന് പറഞ്ഞാൽ -3, -2, -1, 0, 1, 2 അങ്ങനെ അങ്ങനെ റൈറ്റ് സൈഡിലേക്ക് പോകും അല്ലേ മക്കളെ? റൈറ്റ് സൈഡിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ -4 to ഇൻഫിനിറ്റി എന്ന് എഴുതാം, കുറച്ചൊരു എളുപ്പത്തിന് വേണ്ടി. ഓക്കെ അല്ലേ? -4 to ഇൻഫിനിറ്റി. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുവാണെങ്കിൽ ഇവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ ഇടുക. ഇന്റർവെല്ലും കൂടെ എഴുതാൻ നിങ്ങൾ പഠിക്കും അപ്പോൾ കേട്ടോ. ഇത് എഴുതണമെന്നില്ല, പക്ഷേ അത് എഴുതാൻ പഠിക്കണമെങ്കിൽ ഇങ്ങനെ എഴുതി പഠിക്കാം. ഗ്രേറ്റർ ദാൻ മാത്രം വരുവാണെങ്കിലോ ലെസ് ദാൻ മാത്രം വരുവാണെങ്കിലോ വെറും ഓപ്പൺ ഇന്റർവെൽ ഇടാവുള്ളൂ. പക്ഷേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു വരുവാണെങ്കിൽ നിങ്ങൾ ക്ലോസ്ഡ് ഇന്റർവെൽ ഇടണം. അപ്പോൾ -4 to ഇൻഫിനിറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്കിതിനെ നമ്പർ ലൈൻ വരയ്ക്കണം. സോ നമ്പർ ലൈൻ അടയാളപ്പെടുത്തിയ ശേഷം -4 അല്ലേടാ. സോ ഇവിടെ -4, ഇവിടെ -5, ഇവിടെ -3, ഇവിടെ -2, -1, 0. ഓക്കെ, അങ്ങോട്ട് പോകുന്നു. ഏത് സൈഡിലേക്കാണ് അടയാളപ്പെടുത്തേണ്ടത്? ഞാൻ പറഞ്ഞില്ല, ഇത് വരയ്ക്കാതെ തന്നെ നമുക്ക് അടയാളപ്പെടുത്താം. -4 വലുതെന്ന് പറയുമ്പോൾ ഇപ്പുറത്തേക്ക് വരും, അതങ്ങ് ഷെയ്ഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് എഴുതുവാണെങ്കിൽ കുറച്ചൊരു എളുപ്പമുണ്ട്. -4 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ്. -4 ഇവിടെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻഫിനിറ്റി ഇങ്ങോട്ടാണ് അല്ലേടാ. അപ്പോൾ അത് ഷെയ്ഡ് ചെയ്തടാ. അപ്പോൾ ഇത് എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണം? നമ്മളതിനെ -4 തൊട്ട് ഇങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്യുക. -4 തൊട്ട് ഇങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ കാണാമല്ലോ അല്ലേ? നേരത്തെ വരച്ച കളർ കാണാൻ തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. -4 തൊട്ട് ഇങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്യാം. മക്കളെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ -4 ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന് മാത്രം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ അതിൻ്റെ മീനിങ് എന്താ? -4 ഉൾപ്പെടുത്തില്ല എന്നാണ് അതിൻ്റെ മീനിങ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്പൺ ഇൻ്റർവെലാണ്, -4 ഉൾപ്പെടുത്തില്ല, അതിന് ശേഷമുള്ള നമ്പർ തൊട്ടാണ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾ ഒരു ഹോൾ ഇടുക. ഹോൾ എന്ന് പറഞ്ഞാൽ അവിടെ -4 ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. സോ അങ്ങനെ ഒരു കാര്യം കൂടി ഇട്ട് കഴിഞ്ഞാൽ പൂർത്തിയായി. ഓക്കെ, ഇനി ഇവിടെ ഗ്രേറ്റർ ആർ ഈക്വൽ ടു എന്നാണെങ്കിൽ നമ്മൾ ആ ഹോൾ ഒന്ന് കറുപ്പിക്കണം, ഹോൾ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി. കറുപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെയും കൂടെ ഷെയ്ഡ് ചെയ്ത് വരച്ചാൽ മതി. ഓക്കെ, ഇത്രേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യം. സോ ഇനി നെക്സ്റ്റ് പ്രോബ്ലം തൊട്ട് വളരെ എളുപ്പം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും മക്കളെ. നെക്സ്റ്റ് പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ മക്കളെ, കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാനേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? എക്സിൻ്റെ ടൈമിൽ ഒരു സൈഡിലേക്കാക്കും. പിന്നെ വേറൊരു കാര്യം, ചിലവരുടെ ഡൗട്ടാണ് ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്ത് പറ്റുമെന്ന്. കുഴപ്പമൊന്നുമില്ല, അതും കൂടെ ചെയ്ത് കാണിച്ചു തരാം. എന്ന് പറയുമ്പോൾ ഇത് നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഈ ക്വസ്റ്റ്യൻ ഇത് 4x - 5x ലെസ് ദാൻ, അല്ല അപ്പുറത്തേക്കല്ലേ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതാം. 4x അല്ല, ഈ 4xന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, 7ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ 3 - 7 ലെസ് ദാൻ 5x - 4x. 3ന് 7 കുറച്ചാൽ -4 ലെസ് ദാൻ 5x നിന്ന് 4x കുറച്ചാൽ x. ശരിയാണ്. വേണേൽ തിരിച്ചെഴുതുവാണെങ്കിലോ എക്സിന്റെ നേരെ വാ തുറന്നിരിക്കുന്നു. സോ സെയിം തന്നെയാണ് കിട്ടുന്നത്, കണ്ടല്ലോ. ഇങ്ങനെ വേണേൽ എഴുതാൻ നിങ്ങൾക്ക് സെയിം ആൻസർ തന്നെ കിട്ടത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ മക്കളെ ഇത് ചെയ്ത് നോക്കിയടാ. 3x - 7 ഗ്രേറ്റർ ദാൻ 5x + 7. എന്ത് ചെയ്യണം? എക്സിൻ്റെ ടൈം ഒരു സൈഡിലേക്ക് എടുക്കുക. എപ്പോഴും ഇപ്പുറത്തേക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം നമുക്ക് തെറ്റാതിരിക്കാനായിട്ടുള്ള ഒരേ ഒരു മെത്തേഡ് ചെയ്ത് പഠിക്കുന്നത് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. എന്ത് വരും? 3x - 5x ഗ്രേറ്റർ ദാൻ, അവിടെ 7 ഉണ്ട്, ഈ -7 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +7. അപ്പോൾ 3x നിന്ന് 5x കുറച്ചാൽ -2x ഗ്രേറ്റർ ദാൻ 7 കൂടെ കൂട്ടിയാൽ 14. സോ എക്സിൻ്റെ ടൈം നെഗറ്റീവ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആക്കുക മക്കളെ. എന്ത് വരും? ഇവിടെ 2x ആകും, ഇത് ലെസ് ദാൻ ആകും, ഇത് -14 ആകും അല്ലേ. ഇനി 2 അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഇനി 2 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എക്സ് ലെസ് ദാൻ -14/2. സോ എക്സ് ലെസ് ദാൻ -14ന്റെ പകുതി -7. ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. എക്സിൻ്റെ ടൈം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. 3x നിന്ന് 5x കുറച്ചാൽ -2x, 7 കൂടെ കൂട്ടിയാൽ 14. സോ എക്സിൻ്റെ ടൈം നെഗറ്റീവ് ആണ് അല്ലേ. എക്സിന്റെ കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആക്കുക, അല്ലെങ്കിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? എക്സിൻ്റെ ടൈം നെഗറ്റീവ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കി. സോ എക്സിൻ്റെ ടൈം നെഗറ്റീവ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് ആക്കണമെങ്കിൽ -1 മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്താടാ? -2x നേരെ ഓപ്പോസിറ്റ് ആക്കി +2x. ലെസ് ദാൻ അല്ലെ ഗ്രേറ്റർ ദാൻ നേരെ തിരിച്ചു ലെസ് ദാൻ. 14 നേരെ തിരിച്ചു -14. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. എക്സിൻ്റെ ടൈം പോസിറ്റീവ് ആയല്ലോ. സോ ഇനി 2 അപ്പുറത്തേക്ക് കൊണ്ടുപോകും, ബൈ -4/2 എന്നാവും. എക്സ് ലെസ് ദാൻ -7 എന്ന് വരും. സോ ഇതിന് ഇന്റർവെൽ ആയിട്ട് എഴുതുവാണെങ്കിൽ -7 -7 വലുത്, അതിനേക്കാൾ ചെറിയ വാല്യൂസ്. -7 ചെറുതെന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണോ റൈറ്റ് സൈഡിലേക്കാണോ പോകുന്നത്? -7 ഇവിടെ, അതിനേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേടാ. യെസ്. അപ്പം -∞ തൊട്ട് -7 വരെ രണ്ടും ഓപ്പൺ ആണ് എന്ന് മനസ്സിലായി. -7 തൊട്ട് -∞ വരെ. ഓക്കെ, ഇങ്ങനെ എഴുതി വെക്കുക, കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയാണ്. -∞ തൊട്ട് -7 വരെ. ഓക്കെ, നമ്പർ ലൈൻ വരയ്ക്കാമല്ലോ മക്കളെ. യെസ്, നമ്പർ ലൈൻ വരയ്ക്കാം, സിമ്പിളായിട്ട് വരയ്ക്കാം. -7 തൊട്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ്. സോ -7
-8 -9 ഇവിടെ -6 -5. സോ ഇങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്താൽ മതി മക്കളെ. വ്യക്തമായിട്ട് അങ്ങ് ഷെയ്ഡ് ചെയ്തോ. -7 തൊട്ടെന്നാണ്. സോ ഇവിടെ ഹോൾ ഇടുക. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് മക്കളെ ഇതും അതേപോലെ ചെയ്തേ. 3 അകത്തേക്ക് ഇൻഡ്യൂ ചെയ്താൽ മാത്രം മതി. 3 അകത്തേക്ക് ഇൻഡ്യൂ ചെയ്യുക, ബാക്കി പഴയ പോലെ തന്നെ. ഓക്കെ അല്ലേ? 3 അകത്തേക്ക് ഇൻഡ്യൂ ചെയ്യുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു എക്സ്, അതേപോലെ 3 ഇൻറ്റു 1, ഇത് 2 ഇൻറ്റു എക്സ്, 2 ഇൻറ്റു 3. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യടാ. 3 ഇൻറ്റു എക്സ് 3x, 3 ഇൻറ്റു 1 3, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് 2x, മൈനസ് 2 ഇൻറ്റു 3 6. ഓക്കെ, ബാക്കി പഴയ പോലെ ചെയ്യാലോ മക്കളെ. പെട്ടെന്ന് ചെയ്തേ. എന്ത് വരും? ഇവിടെ 3x, ഈ 2x ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 2x ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ -6 ഉണ്ട്. സോ -6. ഇവിടെ -3 ഉണ്ട്, നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +3. സോ 3x നിന്ന് 2x കുറച്ചാൽ 1x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -6 + 3. -6ഉം +3 കൂടെ വന്നാൽ -3. സോ എക്സിന്റെ ടൈം പോസിറ്റീവായി, നോ പ്രോബ്ലം. അവിടം വരെ ചെയ്താൽ മതി. നമ്പറിലെ വരയ്ക്കുന്നതിന് മുമ്പ് സൊല്യൂഷൻ എഴുതാം. -3 ആണ് വലുത്, അതിനേക്കാൾ ചെറുതാണ് എക്സ്. സോ -3 ചെറുത്. -3 എവിടെയാണ്? അതിനേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ്. സോ -∞ തൊട്ട് -3 വരെ. കണ്ടല്ലോ മക്കൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടണം. ക്ലോസ്ഡ്. അത് എഴുതണ വേറൊന്നുമല്ല, ചിലപ്പോൾ അത് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സാധനം തിരഞ്ഞെടുത്തെഴുതുക. 2025 തൊട്ടുള്ള മാറ്റങ്ങൾ അറിയാലോ, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഒരു ക്വസ്റ്റ്യൻ നിന്ന് വരാൻ പോകുന്ന മാക്സിമം രീതിയിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ നമ്പർ ലൈൻ വരയ്ക്കാം മക്കളെ. സോ നമ്പർ ലൈൻ വരയ്ക്കണമെങ്കിൽ -3 നടുക്കടയാളപ്പെടുത്തി, ഇപ്പുറത്ത് -2 -1, ഇപ്പുറത്ത് -4 -5, അങ്ങനെ പോകുന്നു. സോ നമ്പർ ലൈൻ ഇങ്ങോട്ടാണ് മക്കളെ. എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? യെസ്, -3 അവിടെ ഷെയ്ഡ് ചെയ്യണം. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ ആണെങ്കിൽ നമ്മൾ അവിടെ ഷെയ്ഡ് ചെയ്യണം. ഈ ഒരു കാര്യം അറിഞ്ഞാൽ മാത്രം മതി. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? യെസ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഇത്രയും വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. കാര്യം അറിഞ്ഞ് പഠിക്കുക കേട്ടോ മക്കളെ. കാര്യം അറിഞ്ഞ് പഠിക്കുക. നമ്പർ ലൈൻ അടയാളപ്പെടുത്താൻ പഠിക്കുക. ഈ കാര്യങ്ങൾക്ക് അറിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതേപോലെ തന്നെയുള്ള എല്ലാ ക്വസ്റ്റ്യനും. ഓക്കെ, ഇനി ഇങ്ങനെയല്ല ഡയറക്റ്റ് വരാതെ ഫ്രാക്ഷൻ രീതിയിൽ വന്നാൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, കാരണം നിങ്ങൾ ഇത് കാണുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ക്ലാസ് അപ്ലോഡ് ചെയ്തായിരിക്കും. സോ വേണമെങ്കിൽ മക്കളെ കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മുന്നോട്ട് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മക്കളെ. ഇതിന്റെ പാർട്ട് 2 ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.